ഇതിപ്പോൾ അനീഷിൻ്റെ ഗെയിം ആണെങ്കിൽ, അതായത് അവസാന നിമിഷം വീണ്ടും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെങ്കിൽ ഗായ്സ്, അങ്ങനെ നമ്മുടെ അനീഷ് അനുമോളുടെ അടുത്ത് മനസ്സ് തുറന്നിരിക്കുന്നു ഗായ്സ്. അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അതായത് ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ പുറത്ത് അത്യാവശ്യം നല്ലപോലെ കത്തി സംഭവം. ഇത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ അനീഷും പറയുന്നുണ്ടായിരുന്നു. ഇതകത്താണേലും പുറത്താണേലും എല്ലാവരും ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത സാധനമായിരുന്നു. എന്താണേലും അനീഷ് കാണിച്ച ഇതൊരു മണ്ടത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അനീഷ് ഇത് ജെന്യുവനായിട്ട് തന്നെയാണ് പറഞ്ഞെങ്കിൽ വെറും മണ്ടത്തരമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അനുമോളെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടെത്തിച്ചിട്ട് ഇങ്ങനൊരു വാക്ക് പറയുമ്പം അതാരാണേലും അനുമോളെ തന്നെ നോക്കുക. അനുമോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇങ്ങനെ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ. അനുമോൾ ശരിക്കും ശരിക്കും എന്തും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് അനുമോൾ ഓർത്തത്. പക്ഷേ അനീഷ് എങ്ങനെ ഓർത്തതെന്ന് അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഗെയിമിൻ്റെ ഭാഗമാണോ അതോ അനീഷിന് ശരിക്കും തോന്നിയിട്ടാണോ എന്നറിയത്തില്ല. എന്തായാലും അനീഷ് പ്രപ്പോസ് ചെയ്തു. അനീഷിന് ഇതിലും ബെറ്റർ ആയിട്ടുള്ള സ്ഥലത്ത്, ഇതിലും ബെറ്റർ ആയിട്ടുള്ള സമയത്ത് വെച്ച് പ്രപ്പോസ് ചെയ്യായിരുന്നു. പക്ഷേ അനീഷ് തിരഞ്ഞെടുത്ത സമയവും മോശമാണ്, സ്ഥലവും മോശമാണ്. ഏതൊരു ഗേളിനും പ്രപ്പോസ് കിട്ടുമ്പം അയാൾ ഉറപ്പായിട്ടും ഷോക്ക്ഡ് ആവും. ഉടനെ തന്നെ ചാടിക്കേറി യെസ് പറയാൻ പോകുന്നില്ല ആരും. വളരെ ചുരുക്കം ആൾക്കാർ ചിലപ്പോൾ പറയുമായിരിക്കും. എന്താണേലും ഭൂരിപക്ഷം ആൾക്കാരും ഒന്ന് ആലോചിച്ചിട്ട് ഒക്കെ പറയത്തുള്ളൂ. ഇത് അനീഷ് തന്നെ പെട്ടെന്ന് അങ്ങ് ചോദിക്കുന്നു, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. ഉടനെ തന്നെ അങ്ങ് അനുമോൾ ഞെട്ടി, പ്രാങ്കാണോ ചേട്ടാ, ചുമ്മാ പറയല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. ശരിക്കും അനുമോൾ ഓർത്ത പ്രാങ്ക് ആയിരിക്കുമെന്ന്. കാരണം ബിഗ് ബോസ് എന്തെങ്കിലും സീക്രട്ട് ആയിട്ടെല്ലാം കൊടുത്ത പ്രാങ്ക് ആയിരിക്കുമെന്ന് ഓർത്തെ. അനുമോളിന് കുറച്ച് കഴിഞ്ഞ് കാര്യം പിടികിട്ടി പ്രാങ്ക് അല്ല, സംഭവം ഉള്ളതാണ്. അത് കാരണം അനുമോൾ പതുക്കെ അനുമോളുടെ സിറ്റുവേഷൻ പറഞ്ഞു, എനിക്കിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാൻ സമയമൊന്നുമില്ല, എൻ്റെ വീട്ടുകാരെ പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അനീഷിന് കത്തി നോയാന്ന്. അപ്പം തന്നെ അനീഷ് അങ്ങ് എഴുന്നേറ്റ് പോയി, വേറെ ഒന്നും മിണ്ടാൻ നിന്നില്ല. അനുമോൾ ഒന്നാമതെ പ്രത്യേക തരം സിറ്റുവേഷനിൽ നിൽക്കുവാണ്. കൂടെ നിന്നവർ തന്നെ ചതിച്ച് ആരും മിണ്ടാനില്ല. ആകെപ്പാടെ മിണ്ടാനുള്ളത് നമ്മുടെ അനീഷേട്ടൻ മാത്രമായിരുന്നു. അവസാനം അനീഷും കൂടെ ഇങ്ങനെ ചെയ്തപ്പം അനുമോളുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങൾ. അതൊക്കെ പോട്ടെ, ഇനി അനീഷിൻ്റെ അവസ്ഥ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ. അനീഷിന് ഇനി പഴയ പോലെ തന്നെ അനുമോളുടെ അടുത്ത് നല്ലപോലെ മിണ്ടി നിൽക്കാൻ പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ നിൽക്കാം, പക്ഷെ അനീഷ് അപ്പം തന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്ത് പിന്നെ മൈൻഡേ ചെയ്തിട്ടില്ല. ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ലെന്നാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനീഷിന് എന്ത് പാടായിരിക്കും എന്നോർത്തെ. ഇനി എത്ര ഒന്നരാഴ്ചയും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. അനീഷ് സത്യത്തിൽ നല്ല ജെന്യുവൻ ആയിരുന്നെങ്കിൽ സമാധാനമായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തെത്തി പേഴ്സണലായിട്ട് അങ്ങ് ചോദിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ, എത്ര ക്യാമറയാണ് ഇവരെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം തന്നെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കൊണ്ട് അനുമോൾ ഇട്ട് അനുമോൾ പെട്ടെന്ന് തന്നെ പേടിച്ച് പൊത്തലേ ഉള്ളൂ. അത് അനീഷിന് ചിന്തിക്കേണ്ടതായിരുന്നു. ഇതിപ്പോൾ അനീഷിൻ്റെ ഗെയിം ആണെങ്കിൽ, അതായത് അവസാന നിമിഷം വീണ്ടും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെങ്കിൽ അതും ബാക്ക് ഫയർ ചെയ്യത്തേ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അനീഷിന് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗെയിം കളിക്കേണ്ട കാര്യമില്ല. അനീഷ് ഈ മാതിരി തന്നെ നിന്നാൽ മതി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പ് അടിക്കാൻ 2 പേരേ ഉള്ളൂ, അനീഷും അനുമോളും. ഇവർ തമ്മിലുള്ളൊരു ബാറ്റിലാണ്. അപ്പം അനീഷിന് ഇങ്ങനത്തെ ഒരു തറ സ്ട്രാറ്റജി ഇറക്കേണ്ട കാര്യമില്ല. പക്ഷേ പറയാൻ പറ്റത്തില്ല, അനീഷല്ലേ, നമുക്ക് പുറത്ത് നടക്കുന്ന കാര്യം അകത്തറിയത്തില്ലല്ലോ. അപ്പോൾ അനീഷിന് അറിയത്തില്ല പുറത്ത് ഇത്രമാത്രം സപ്പോർട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ വേണമെങ്കിൽ ഇത് അനീഷിൻ്റെ ഒരു ഗെയിം ആയിരിക്കാം. എന്താണേലും അനീഷ് കാണിച്ച ഒരു മണ്ടത്തരം വന്നേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അനീഷ് പ്രപ്പോസ് ചെയ്ത് കറക്റ്റ് സമയത്താണോ അതോ കറക്റ്റ് സ്ഥലത്ത് വെച്ചാണോ? കമൻറ്റ് ചെയ്ത് അറിയിക്കുക. എന്തായാലും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.